നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് പാർട്ടാണ് കപ്പാസിറ്റർ. കപ്പാസിറ്റൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഒരു കപ്പാസിറ്റർ? എ കപ്പാസിറ്റർ ഇസ് എ സിസ്റ്റം ഓഫ് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. ഇറ്റ് ഈസ് എ ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ്. അപ്പൊ സാധാരണ നമുക്കറിയാം കണ്ടക്ടേഴ്സ് ഒക്കെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഒരു കണ്ടക്ടർ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ചാർജ് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അതേപോലെയുള്ള ഒരു കണ്ടക്ടർ അതിനോട് ചേർത്ത് വെക്കുക. ചേർത്തെന്ന് വെച്ചാൽ ഒരല്പം ഗ്യാപ്പ് വേണം, അതിനിടയിൽ ഒരു ഇൻസുലേറ്ററോ എയറോ എന്തെങ്കിലും വെച്ച് ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസിന് ഒത്തിരി ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഡിവൈസിനെയാണ് നമ്മൾ കപ്പാസിറ്റർ അഥവാ കണ്ടൻസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ കപ്പാസിറ്റർ ഇസ് എ സിസ്റ്റം ഓഫ് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ തന്നെ വേണമെന്നില്ല, എയർ ആയാലും മതി. ഇനി കപ്പാസിറ്റർ ഇസ് എ ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ്. ഒരു കപ്പാസിറ്ററിന് ഏത് ഷേപ്പും ആകാം. ഇപ്പം സർക്കുലർ ഷേപ്പിലുണ്ട്, സിലിണ്ടറിക്കൽ ഷേപ്പിലുണ്ട്, പാരലൽ ആയിട്ട് രണ്ട് പ്ലേറ്റുകൾ വെച്ചുണ്ടാക്കുന്നതുണ്ട്. അപ്പം എന്തായാലും ഒരേപോലെ ഷേപ്പുള്ള രണ്ട് കണ്ടക്ടേഴ്സ് ചെറിയൊരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അതിനെയാണ് കണ്ടൻസർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, രണ്ട് കണ്ടക്ടേഴ്സ് അടുത്തടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ കണ്ടക്ടറിൽ പോസിറ്റീവ് ചാർജും രണ്ടാമത്തെ കണ്ടക്ടറിൽ നെഗറ്റീവ് ചാർജും കൊടുത്തു. Q സെയിം ഈക്വൽ ചാർജ് ആണ്, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. ഇയാളുടെ പൊട്ടൻഷ്യൽ V1, രണ്ടാമത്തെ ആളുടെ V2. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ ചാർജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലിന് പ്രൊപ്പോർഷണൽ ആണ്. Q പ്രൊപ്പോർഷണൽ ടു V. ഇവിടെ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ Q ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു V. ഈ കോൺസ്റ്റന്റ് Cക്ക് വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. അപ്പോൾ കപ്പാസിറ്റൻസ് is the ratio of charge to potential. അപ്പോൾ ചാർജ് കൂടുന്തോറും പൊട്ടൻഷ്യലും കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് Q ആൻഡ് V. Q Vയുമായിട്ട് ബന്ധമില്ല. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജോമെട്രിക്കൽ കോൺഫിഗറേഷൻ. എന്നുവെച്ചാൽ ഷേപ്പ്, സൈസ്, സെപ്പറേഷൻ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ആ രണ്ട് കണ്ടക്ടേഴ്സിന്റെ ഷേപ്പ്, സൈസ്, സെപ്പറേഷൻ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കപ്പാസിറ്റൻസ്. അപ്പൊ എന്താണ് ഒരു കപ്പാസിറ്റർ, എന്താണ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ C is equal to Q by V. എപ്പോഴായാലും ആ ഒരു ഇക്വേഷൻ എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ഇനി കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫാരഡ് ആണ്. FARAD, ഫാരഡ്. ഒരു ഫാരഡ് എന്ന് പറഞ്ഞാൽ 1 കൂളോം പെർ വോൾട്ട് ആണ്. F ആണ് അതിന്റെ സിമ്പല്. ഇതൊരു വലിയ യൂണിറ്റ് ആണ്, അതുകൊണ്ട് ചെറിയ സ്മാളർ യൂണിറ്റ്സ് മൈക്രോ ഫാരഡ് 10⁻⁶F, നാനോ ഫാരഡ് 10⁻⁹F, പൈക്കോ ഫാരഡ് 10⁻⁻12F. ഇതെല്ലാം നമ്മൾ അതിന്റെ ചെറിയ യൂണിറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കപ്പാസിറ്ററിന്റെ സിമ്പിൾ കണ്ടോ, ഫിക്സഡ് കപ്പാസിറ്റൻസ് ആണെങ്കിൽ ഇതുപോലെ രണ്ട് ലൈൻസ് പാരലായിട്ട് ചേർത്ത് വരയ്ക്കണം. ഇതാണ് ഒരു കപ്പാസിറ്ററിന്റെ സിമ്പിൾ. വേരിയബിൾ കപ്പാസിറ്റൻസ് ആണെങ്കിൽ, അതായത് ഇതിന്റെ സിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇതുപോലെ ഒരു വേരിയേഷൻ കാണിക്കാനായിട്ട് ഒരു ആരോ മാർക്ക് കൂടെ കൊടുക്കണം. C is equal to Q by V. നമ്മൾ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ പഠിച്ചല്ലോ, C is equal to Q by V. ഇവിടെ സിയുടെ വാല്യൂ വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫോർ ലാർജ് C, V is small for a given Q. അതായത് വളരെ ചെറിയ ഒരു വോൾട്ടേജിൽ പോലും ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് ആ കപ്പാസിറ്ററിൽ ഉണ്ട് എന്നാണ് സിയുടെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ അർത്ഥം. A capacitor with large capacitance can hold large amount of charge Q at relatively small V. ഇനി ഒരു കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ വളരെ കൂടുതൽ ഹൈ ആക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും അവിടെ ഇലക്ട്രിക് ഫീൽഡും ഹൈ ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള സറൗണ്ടിങ് എയർ അയണൈസ് ചെയ്യപ്പെടുകയും ചാർജ് കാരിയേഴ്സ് ഓപ്പോസിറ്റ് പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യുകയും അങ്ങനെ പ്ലേറ്റിലെ ചാർജ് കുറച്ച് ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ ചാർജ് ശരിക്കും പറഞ്ഞാൽ കുറയുകയാണ് ചെയ്യുന്നത്.
അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇംപ്ലൈസ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് ദി കണ്ടക്ടേഴ്സ്. എ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ അയണൈസ് ദ സറൗണ്ടിങ് എയർ ആൻഡ് ആക്സിലറേറ്റ് ദ ചാർജസ് സോ പ്രൊഡ്യൂസ്ഡ് ടു ദ oppositely charged plates, thereby neutralizing the charge on the capacitor plates at least partly. അങ്ങനെ നമ്മളിപ്പം എന്താണ് ചാർജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡും കൂടുന്നു. അങ്ങനെ ഒരു പരിധിക്കപ്പുറം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഡൈലക്ട്രിക്കിൻ്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി മുഴുവൻ നഷ്ടപ്പെടുകയും ഇത് കണ്ടക്ട് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. അപ്പം ആ പ്രോപ്പർട്ടി, അതായത് അതിൻ്റെ ഡൈലക്ട്രിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടാതെ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടിയ ഇലക്ട്രിക് ഫീൽഡിന് വിളിക്കുന്ന പേരാണ് ഡൈലക്ട്രിക് സ്ട്രെങ്ത്. The maximum electric field that a dielectric medium can withstand without breakdown is called its dielectric strength. For air, it is about 3 into 10 raised to 6 volt per meter. അതായത് ഒരു കപ്പാസിറ്ററിന് ഇടയ്ക്ക് എയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡൈലക്ട്രിക് എങ്കിൽ ആ എയറിൽ ഈ പറഞ്ഞ 3 into 10 raised to 6 volt per meter വരെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അതിന് താങ്ങാൻ കഴിയും. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ഒരു കണ്ടക്ടർ പോലെ ആക്ട് ചെയ്യും, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്റർ എന്ത് ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ പലതരത്തിൽ കപ്പാസിറ്ററുകളുണ്ട്. അപ്പൊ അതിന് പല ഷേപ്പുകളുണ്ട്. അപ്പൊ അതിനകത്ത് പാരലൽ ആയിട്ടുള്ള രണ്ട് പ്ലേറ്റുകൾ ഉപയോഗിച്ച് ഒരു കപ്പാസിറ്റർ നമ്മൾ നിർമ്മിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പൊ അതെന്താണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് 2 large plain parallel conducting plates separated by a small distance. അപ്പോൾ വളരെ വലിയ പാരലൽ ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് ആണ്. അവർക്കിടയിൽ ഒരല്പം ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ കപ്പാസിറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നേരത്തെ പഠിച്ചു. അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ 2 എണ്ണം പാരലൽ ആയിട്ടുള്ള പ്ലേറ്റുകളാണെന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്യാനുണ്ട്. അപ്പൊ ഡിറൈവ് ചെയ്തതിന് ശേഷം വേണം ഈ കപ്പാസിറ്റൻസ് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇക്വേഷനെ ബേസ് ചെയ്താണ് ഈ ഫാക്ടേഴ്സ് വരുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ ബൈ ഇൻക്രീസിങ് ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ്, സെക്കൻഡ് വൺ ബൈ ഡിക്രീസിങ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്, തേർഡ് വൺ ബൈ ഇൻട്രൊഡ്യൂസിങ് എ ഡൈലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ഈ 3 മെത്തേഡുകൾ ഉപയോഗിച്ച് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഡിറൈവ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സാധാരണ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ കപ്പാസിറ്ററിന്റെ സിമ്പിൾ നമുക്കറിയാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. 2 പാരലൽ ആയിട്ടുള്ള ലൈൻസ് ചെറിയൊരു ഡിസ്റ്റൻസിൽ വരച്ചാൽ ഇതൊരു കപ്പാസിറ്റർ ആണ്. ഇതിന്റെ കപ്പാസിറ്റൻസ് സി നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പൊ ഈ ഓരോ പ്ലേറ്റിന്റെയും ഏരിയ എന്ന് പറയുന്നത് എ ആണെന്നിരിക്കട്ടെ. 2 പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി, ആ പ്ലേറ്റിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, 2 പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കപ്പാസിറ്റൻസിന് നമ്മൾ ഒരേ ഒരു ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ, സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ബി. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സിയുടെ വാല്യൂ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ക്യൂ എന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്നത് സിഗ്മ തന്നിട്ടുണ്ട്. സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർഫസ് ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ക്യൂ ബൈ എ ആണ്. സോ ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എ. അപ്പൊ നമ്മുടെ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ ന്യൂമറേറ്ററിലെ ക്യൂ എന്താണെന്ന് കിട്ടി. അടുത്ത പൊട്ടൻഷ്യൽ കാണണം. പൊട്ടൻഷ്യൽ വി എന്ന് വെച്ചാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ റിലേഷൻ പഠിച്ചു. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡി എക്സ് എന്ന് പറഞ്ഞു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണ്, തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ഇവിടെ ഇ ഇസ് ഈക്വൽ ടു വി ബൈ ഡി ആണ്. അതിൽ നിന്നാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്ന് എടുത്തത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു 2 പ്ലേറ്റുകൾ അടുത്തടുത്ത് വെച്ചിരുന്നാൽ അതിനിടയിലുള്ള
ഇലക്ട്രിക് ഫീൽഡ് ഓർക്കുന്നുണ്ടോ? എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ സിഗ്മ ബൈ എപ്സിലോൺ 0 ഡി. അപ്പൊ കണ്ടോ, ഒന്നാമത്തെ ഇക്വേഷനിൽ ക്യൂവിന്റെ വാല്യൂ നമുക്ക് കിട്ടി, ഡിനോമിനേറ്ററിലെ വിയുടെ വാല്യൂ കിട്ടി. അത് രണ്ടും ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്യൂവിന്റെ സ്ഥാനത്ത് സിഗ്മ എ ഡിവൈഡഡ് ബൈ വിയുടെ സ്ഥാനത്ത് സിഗ്മ ഡി ബൈ എപ്സിലോൺ 0. രണ്ടിടത്തെ സിഗ്മ ക്യാൻസൽ ചെയ്ത് പോകും. സോ സി ഈസ് ഇക്വൽ ടു എ എപ്സിലോൺ 0 ബൈ ഡി. ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഇനി പ്ലേറ്റിനിടയിൽ നമ്മളൊരു ഡൈലക്ട്രിക് മീഡിയം പ്ലേസ് ചെയ്യുകയാണെങ്കിൽ സിയുടെ വാല്യൂ എ എപ്സിലോൺ 0 എപ്സിലോൺ ആർ ബൈ ഡി. ഇപ്പം മൈക്കയോ പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇതിനിടയിൽ പേപ്പർ വെക്കുന്നതാണ്. അപ്പം അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ കപ്പാസിറ്ററിനെ വിളിക്കും. അപ്പോൾ അവിടെ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ആ പേപ്പറിന്റെ എന്താണ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മളവിടെ കൊടുക്കണം. അപ്പൊ എന്താണ്ട് ഇപ്പം ഞാൻ റെഡ് ബോക്സിൽ ഇട്ടിരിക്കുന്ന ഈ ഇക്വേഷൻ സി ഇസിക്കൽ ടു എ എപ്സിലോൺ 0 എപ്സിലോൺ ആർ ബൈ ഡി, ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി സാധാരണ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഓരോന്ന് പറയാം. സി പ്രൊപ്പോർഷണൽ ടു എ, സി പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ ആർ, സി പ്രൊപ്പോർഷണൽ ടു 1 ബൈ ഡി. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. എങ്ങനെ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാം? ബൈ ഇൻക്രീസിങ് പ്ലേറ്റ് ഏരിയ, ബൈ ഡിക്രീസിങ് ഡിസ്റ്റൻസ്, ബൈ ഇൻക്രീസിങ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി മീഡിയം. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എപ്സിലോൺ ആർ, ആദ്യത്തെ എയർ ഇരിക്കുമ്പോൾ ഉള്ള സിയുടെ വാല്യൂ C0 എന്നും ഒരു മീഡിയം ഇരിക്കുമ്പോൾ ഉള്ളത് CM എന്നും കൊടുത്താൽ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ CM ബൈ C0 എന്ന് പറയുന്നതാണ് എപ്സിലോൺ ആർ, dielectric constant, the ratio of capacitance of a given capacitor with the material filling the entire space between the plates to the same capacitance in vacuum is called dielectric constant. അപ്പോൾ അങ്ങനെയും ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പം ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് കപ്പാസിറ്റൻസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പം അതിനകത്ത് നിന്ന് മറ്റൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞു, ഏതൊക്കെ ഫാക്ടറുകളെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെയും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ പ്രോബ്ലംസ് ആണ് ഇതിൽ നിന്ന് വരിക. എഫക്റ്റ് ഓഫ് ഡൈലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ്. Capacitance of a parallel plate capacitor when the medium between the plate is air. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഡെറിവേഷനിൽ രണ്ട് പാരലൽ പ്ലേറ്റിനിടയിലുള്ള മീഡിയം എന്ന് പറയുന്ന എയർ ആണെങ്കിൽ അതിന് നമ്മൾ സി എയർ എന്ന് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ബൈ ഡി. വെൻ ദി ഡൈലക്ട്രിക് മീഡിയം ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ഇനി എന്ത് ചെയ്യാണ്, ആ എയറിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, പേപ്പറോ മൈക്കയോ ഡൈലക്ട്രിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഫക്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കണം, അങ്ങനെയുള്ള ഒരു ഡൈലക്ട്രിക് മീഡിയം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴുള്ള കപ്പാസിറ്റൻസിന് സി മീഡിയം എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി. നമ്മൾ ആദ്യത്തിനകത്തൊക്കെ എപ്സിലോൺ ആർ എന്നാണ് ഫസ്റ്റ് യൂണിറ്റിലെല്ലാം പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എപ്സിലോൺ ആർ എന്ന് വേണമെങ്കിലും എഴുതാം. ദ കപ്പാസിറ്റൻസ് ഇൻക്രീസസ് കെ ടൈംസ് വേർ കെ ഈസ് ദി ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. ഇപ്പം കണ്ടോ, അവിടെ കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കപ്പാസിറ്റൻസ് കൂടി. ആദ്യത്തത് 10 ആയിരുന്നു, ഇപ്പം ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കൂടെ അതിൻ്റെ ഇടയിൽ വന്നു. അപ്പം പുതിയ കപ്പാസിറ്റൻസ് പറഞ്ഞാൽ കെ ടൈംസ് സി എയർ ആണ്. അപ്പോൾ ഒരു ഡൈലക്ട്രിക് മെറ്റീരിയല് രണ്ട് പ്ലേറ്റുകൾക്കിടയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പം നമുക്ക് സി മീഡിയവും സി എയറും അറിയാം. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോമൺ ആ, കെ ഒഴിച്ച്. അപ്പം സി മീഡിയം ബൈ സി എയർ ഈക്വൽസ് കെ, or K equals C medium by C air. The dielectric constant of a substance is the factor by which the capacitance increases from its vacuum value
when the dielectric is inserted between the plates. അപ്പോൾ ഡൈലക്ട്രിക് ഇൻസർട്ട് ചെയ്യുമ്പോൾ ഉള്ള കപ്പാസിറ്റൻസും ഡൈലക്ട്രിക് ഇല്ലാതെ എയർ മാത്രമുള്ള കപ്പാസിറ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പം അങ്ങനെ കപ്പാസിറ്ററിന്റെ ബേസിലും നമുക്ക് കെ ഡിഫൈൻ ചെയ്യാം. നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്നാണ്. പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അങ്ങനെയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ മാത്രമല്ല കപ്പാസിറ്ററിനെ ബേസ് ചെയ്തും ഡിഫൈൻ ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെറിവേഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇതേപോലെ നിങ്ങൾ 3rd ചാപ്റ്ററിൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സും പഠിക്കും, സീരീസ് പാരലൽ. അതേപോലെ ഇവിടെ കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻ സീരീസും പാരലും പഠിക്കണം. അപ്പോൾ ഇത് എല്ലാം ഏറെക്കുറെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. പഠിച്ചിരിക്കാൻ എളുപ്പമാണ്, ഓർത്തിരിക്കാനും പ്രയാസമില്ല. അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത റെസിസ്റ്റേഴ്സിനകത്തും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 3 കപ്പാസിറ്റേഴ്സ് C1, C2, C3 3 പേര് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ബാറ്ററിയിലുള്ള ചാർജ് Q ഫ്ലോ ചെയ്ത് ഓരോ കപ്പാസിറ്ററിലേക്കും ഈ ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ ആദ്യത്തെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്ലേറ്റുകൾക്കിടയിലുള്ളത് നമുക്ക് V1 എടുക്കാം. രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ V2, മൂന്നാമത്തത് V3. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. V1 പ്ലസ് V2 പ്ലസ് V3, ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ 3 കപ്പാസിറ്ററിന് പകരം 3 പേർക്കും തുല്യമായ ഒരു കപ്പാസിറ്റർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ V കംപ്ലീറ്റ് ആയിട്ട് ആ ഒരൊറ്റ കപ്പാസിറ്ററിനെ ക്രോസ് ആയിട്ട് കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ V എഴുതുന്നത് V is equal to Q by C ആണ്, where C is the effective അല്ലെങ്കിൽ equivalent capacitance of the combination of 3 capacitors. ഈ 3 പേർക്കും പകരം 3 പേരും സീരീസ് ആയിട്ടിരിക്കുകയാണ്. ആ 3 പേർക്കും തുല്യമായിട്ട് വരുന്ന ഒരു കപ്പാസിറ്റർ ആണ് C. അപ്പോൾ V is equal to Q by C വരും. അതുപോലെ V1 എന്ന് പറയുന്നത് ആദ്യത്തെ ഇതാണ്. അപ്പോൾ Q by C1. സിമിലർലി V2 Q by C2. മൂന്നാമത്തെ V3 Q by C3. അപ്പൊ കണ്ടോ, ഒന്നാമത്തെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇത് ഓർത്തിരിക്കണം. പൊട്ടൻഷ്യലാണ് അവിടെ ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് റെസിസ്റ്ററിനകത്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സീരീസിനകത്ത് എപ്പോഴും പൊട്ടൻഷ്യലാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. V is equal to V1 plus V2 plus V3, ഇക്വേഷൻ നമ്പർ 1. ഇതിനകത്ത് ഓരോ ടേമിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് നമ്മൾ എഴുതി. അപ്പോൾ ഇനി ഇതെല്ലാം ഇപ്പുറത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് Q by C is equal to Q by C1 plus Q by C2 plus Q by C3. Q എപ്പോഴും സെയിം ആണ്, കാരണം സീരീസ് കണക്ഷൻ ആണല്ലോ. അപ്പോൾ Q അങ്ങ് ക്യാൻസൽ ആവും. അപ്പോൾ 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. ഇതാണ് 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അതിന് നമുക്ക് CS എന്ന് കൊടുക്കാം. 1 by CS is equal to 1 by C1 plus 1 by C2 plus 1 by C3. ഇത് വളരെ എളുപ്പമുള്ള ഒരു ഡെറിവേഷനാണ്. ഇതിനകത്തുനിന്ന് പ്രോബ്ലംസും വരും. ഇനി സാധാരണ ചോദിക്കുന്ന ഈ 3 കപ്പാസിറ്റൻസും സെയിം ആണെന്ന് കരുതുക. ഒരേപോലെയുള്ള കപ്പാസിറ്റൻസ് ആണ് 3 പേർക്കുമെങ്കിൽ, അത് C1ഉം C2ഉം C3യും ഈക്വൽ ടു C ആണെങ്കിൽ 1 by CS is equal to 3 എണ്ണം കൂടെ ആഡ് ചെയ്യണം. അപ്പം 3 by C or CS is equal to C by 3. 3-ൽ 1 മാറും. അപ്പോൾ ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആണ്
കണക്ട് ചെയ്യുന്നെങ്കിൽ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് 1/3 ആണ്. അങ്ങനെ n കപ്പാസിറ്റൻസ് ആണെങ്കിലോ CS is equal to C/n. ഇതെല്ലാം പ്രോബ്ലം ചെയ്യാനായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ 5 ഫാരഡുള്ള 5 കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് എന്തായിരിക്കും? 5/5 1 വരും. 4 കപ്പാസിറ്റേഴ്സ് ആണ് വെക്കുന്നെങ്കിൽ 4/4 1 വരും. ഇനി 9 കപ്പാസിറ്റൻസ് ഉള്ള 9 ഫാരഡുള്ള 3 കപ്പാസിറ്റേഴ്സ് ആണ് വെക്കുന്നെങ്കിൽ എഫക്റ്റീവ് എന്ത് വരും? 9/3. അവിടെ എണ്ണം കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 9/3 എന്ന് വെച്ചാൽ 3 ഫാരഡ് വരും. ഇങ്ങനെ പലതരത്തിൽ ആ കോമ്പിനേഷൻ ഈക്വൽ ആയിട്ടുള്ളതൊക്കെ മിക്കവാറും പ്രോബ്ലംസിൽ നമുക്ക് വരുന്നതാണ്. അപ്പൊ അതിനു വേണ്ടി ഈ ലാസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെച്ചോണം. കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ, ഇതും നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സീരീസ് കോമ്പിനേഷന്റെ പോലെ തന്നെയുള്ള ഒരു ഡെറിവേഷൻ ആണ്. ഇതും വളരെ എളുപ്പമാണ്. രണ്ടും ഒരുമിച്ച് പഠിച്ചോണം. അപ്പൊ ഇതിലും കണ്ട പടം വ്യത്യാസം കണ്ട, ഇവിടെ C1 C2 C3 3 കപ്പാസിറ്റേഴ്സ് പാരലായിട്ടാണ് V എന്ന് പറയുന്ന ഒരു വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ചാർജ് Q ഇവിടെ വന്ന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. Q1 C1 പോകും, Q2 Q3. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ എന്താണ്? ഇവിടെ പൊട്ടൻഷ്യൽ സെയിമാ, പൊട്ടൻഷ്യലിന് ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പൊ ഇവിടെ മാറുന്നത് ഏതാണ്? ചാർജ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് Q ഈക്വൽസ് Q1 പ്ലസ് Q2 പ്ലസ് Q3, ഇക്വേഷൻ നമ്പർ 1. ഇനി 3 കപ്പാസിറ്ററിന് ഇക്വലന്റ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് C ആയിരുന്നു എങ്കിൽ Q അവിടെ കൊടുക്കുന്ന ടോട്ടൽ Q എന്ന് പറയുന്ന, അല്ലെ ആകെയുള്ള ചാർജ് എന്ന് പറയുന്ന മുഴുവനായിട്ട് ആ ഒരൊറ്റ കപ്പാസിറ്ററിലൂടെ പോയേനെ. Q ഈക്വൽ CB. പക്ഷെ ഇവിടെ ഡിവൈഡ് ചെയ്യപ്പെട്ടു അല്ലെ. അപ്പൊ Q1 ആദ്യത്തെ ആളിലൂടെ പോകുന്നത് C1V, Q2 C2V, Q3 C3V. ഈ വാല്യൂസ് എല്ലാം ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. CV is equal to C1V plus C2V plus C3V. എല്ലായിടത്തും V കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യുന്നു. C is equal to C1 plus C2 plus C3. That is effective capacitance of 3 capacitors connected in parallel. So CP is equal to C1 plus C2 plus C3. അപ്പം ഇനി 3 കപ്പാസിറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ എന്ത് വരും? 3 കപ്പാസിറ്റേഴ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് CP is equal to 3 ഇരട്ടിയാണ് 3C. ഇനി 3 കപ്പാസിറ്റേഴ്സിന് പകരം n കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ CP is equal to NC. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ. അപ്പൊ 3 വാല്യൂ ഉള്ള 3 കപ്പാസിറ്റേഴ്സ് ആണ് അവിടെ ഉള്ളത് എങ്കിൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് 3 × 3 9 വരും. 5 ഉള്ള 3 പേരാണുള്ളെങ്കിൽ 5 × 3. അപ്പൊ ഈക്വൽ ആകുമ്പോൾ എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഇതില് CS കണ്ടു, ഇവിടെ CP കണ്ടു. അപ്പൊ ഈ തമ്മിലുള്ള റേഷ്യോ ഒക്കെ ചിലപ്പോൾ കയറി ചോദിക്കും. 3 കപ്പാസിറ്റേഴ്സ് 3 ഈക്വൽ ആയിട്ടുള്ള 3 പേര് അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, അതുപോലെ സെയിം അത് തന്നെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള റേഷ്യോ എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പം അവിടെ നമുക്ക് CS എന്നുള്ളത് ഓർമ്മ വരണം. CS എന്ന് പറഞ്ഞാൽ C/N ആണ്. CP is equal to NC ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ കാണാൻ ചോദിച്ചാൽ CP/CS എന്ന് പറയുന്നത് n² വരും, അല്ലെങ്കിൽ n²1 വരും. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഇതേ ഇത് തന്നെ റെസിസ്റ്ററിലും വരുന്നുണ്ട്. ചെറിയ ഇക്വേഷനിലെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുള്ളൂ. അത് ശ്രദ്ധിച്ച് അത് പഠിക്കുമ്പോൾ അത് രണ്ടും ഈ ചാപ്റ്ററുമായിട്ട് കമ്പയർ ചെയ്ത് ആ റെസിസ്റ്റർ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. Energy stored in a capacitor.
ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി. ഇതും ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. ഒരു കപ്പാസിറ്ററിനെ നമ്മൾ ചാർജ് ചെയ്യിക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ വർക്ക് അതിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. Work done in charging a condenser or capacitor is called the energy stored in the capacitor. ഇതാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ C കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ, അതിൻ്റെ ചാർജ് Q ആണെങ്കിൽ, ആ പ്ലേറ്റിനിടയിലുള്ള ഏതൊരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ചാർജ് Q ആണെങ്കിൽ പൊട്ടൻഷ്യൽ V is equal to Q by C ആണ്. പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത് Q by C. അപ്പോൾ ഈ കപ്പാസിറ്ററിലേക്ക് നമ്മളൊരു ചെറിയ ചാർജ് ഡി ക്യൂ കൊടുക്കുന്നു. അപ്പം ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ ഡി ഡബ്ല്യു ഇസിക്കൽ ടു വി ഡി ക്യൂ. കാരണം യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്കാണ് വി. അപ്പം ഡി ക്യൂ ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് വി ഡി ക്യൂ. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ 0-യിൽ ഇരുന്ന ചാർജ് ക്യൂ ആയിട്ട് മാറാൻ നമ്മൾ ചെയ്ത ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ ഈ ചെറിയ വർക്കിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡബ്ല്യു ഇസിക്കൽ ടു ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ഇസിക്കൽ ടു ഇൻ്റഗ്രൽ വി ഡി ക്യൂ. എവിടെ നിന്നാണ്? ഫ്രം 0 ടു ക്യാപിറ്റൽ ക്യൂ. ഇനി വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ക്യൂ Q by C dQ. ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ നമുക്ക് സ്മാൾ ക്യൂ ആയിട്ട് എടുക്കാം. ക്യാപിറ്റൽ ക്യൂവിന് വരെ സ്മാൾ ക്യൂ എടുക്കുകയാണ്. അപ്പോൾ സ്മാൾ ക്യൂ ഇൻറ്റു ഡി ക്യൂ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ ക്യൂ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ചേഞ്ച് വരുത്തിയത്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ അതിനെ ഇങ്ങ് മാറ്റുന്നു. ഇൻ്റഗ്രൽ Q dQ ലിമിറ്റ് ഫ്രം 0 ടു ക്യാപിറ്റൽ ക്യൂ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ Q²/2 ആണ്. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം ഫ്രം 0 ടു ക്യാപിറ്റൽ ക്യൂ. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/c Q²/2 ഇസിക്കൽ ടു ഹാഫ് Q²/c. This work is stored in the capacitor as its energy. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഹാഫ് Q²/c. ഇനി നമുക്ക് ക്യൂവിന് പകരം ഇവിടെ വേണമെങ്കിൽ സി വി, ക്യൂ എന്ന് വെച്ചാൽ സി വി ആണല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ C²V²/c വരും. ഓരോ സി ക്യാൻസൽ ചെയ്യുമ്പോൾ ഹാഫ് CV² വരും. ഇനി അതല്ലെങ്കിൽ സിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. C ഇസിക്കൽ ടു Q/V ആണ്. അപ്പോൾ ഓരോ ക്യൂ ക്യാൻസലായിട്ട് ഹാഫ് ക്യൂ ബി എന്ന് വരും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എനർജി എന്ന് പറയുന്നത് 3 ഇക്വേഷൻസ് ഉണ്ട്. ഇ ഇസിക്കൽ ടു ഹാഫ് സി Q²/c ഇസിക്കൽ ടു ഹാഫ് CV² ഇസിക്കൽ ടു ഹാഫ് ക്യൂ ബി. ഇതെല്ലാം എനർജിയുടെ ഇക്വേഷൻസ് ആണ്. ഇത് 3ഉം എനർജിയുടെ ഇക്വേഷൻസ് ആണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എനർജി ഡെൻസിറ്റിയും ഡിറൈവ് ചെയ്യാൻ വരും. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എനർജി ഡെൻസിറ്റി ചോദിച്ചാൽ അവിടെ നമ്മൾ എനർജി ഇ എന്ന് പറയുന്നത് ഹാഫ് CV² എടുക്കുന്നു. ഇപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ സിയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് എന്താണ്? A∈0/d. അപ്പോൾ അവിടെയുള്ള പ്ലേറ്റ് ഏരിയ എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിയും ആണ്. അപ്പോൾ അവിടെയുള്ള വോളിയം എന്ന് പറയുന്നത് A×d ആണ്. അപ്പോൾ ഇവിടെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പോൾ A×d കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പം ഇ എന്ന് പറയുന്നത് എനർജിയുടെ ഹാഫ് CV² ഡിവൈഡഡ് ബൈ AD. സിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്താണ്? ഹാഫ് സിയുടെ സ്ഥാനത്ത് A∈0/d ഡിവൈഡഡ് ബൈ d ഇൻറ്റു അതുപോലെ ഇവിടെ V² ഉണ്ട്.
എയും എയും ക്യാൻസൽ ആയിപ്പോകും. അപ്പോൾ കിട്ടുന്നത് ഹാഫ് എപ്സിലോൺ 0 വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ. വി ബൈ ഡി നമ്മൾ നേരത്തെ പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ, എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ എനർജി ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് ക്യൂ വി, ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി, ഇത് മൂന്നിൽ ഏത് ഇക്വേഷൻസ് വേണമെങ്കിലും എടുക്കാം. അതേസമയം എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹാഫ് എപ്സിലോൺ 0, ഒരു മീഡിയം ഉണ്ടെങ്കിൽ എപ്സിലോൺ ആർ ക്യാപിറ്റൽ ഇ സ്ക്വയർ. ഇതാണ് എനർജി ഡെൻസിറ്റി. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, നന്നായിട്ട് ഇത് എഴുതി പഠിക്കണം.